ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കരിയർ ജേണി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റിയാദിൽ നിന്നും സമീറ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറെയാണ്. ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് B.Pharm ആണ്, B.Ed ഇല്ല. ടീച്ചർക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിലാണ്, അതും ഗ്രേഡ് 5 സയൻസ് ടീച്ചറായിട്ട്. അപ്പോൾ ഇനി ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ഓരോ കരിയർ ജേണിയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്തും നിങ്ങളെ നോട്ട്ബുക്കും കാര്യങ്ങളും എടുത്തിട്ട് ഓരോ ടീച്ചറുടെയും കരിയർ ജേണി അവർ പറയുന്ന സമയത്ത് അവർ പറയുന്നതിൽ നിന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, അതില്ലെങ്കിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇന്റർവ്യൂ ഡെമോ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ കരിയർ ജേണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? സോ നമുക്ക് സമീറിന്റെ അടുത്ത് ചോദിക്കാം. സമീറയുടെ ഒരു കരിയർ ജേണി എങ്ങനെയായിരുന്നു? ഒന്ന് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. സമീറ ഓക്കെ വീഡിയോയിൽ മാം. വന്നിട്ടില്ല, കുറെ ടീച്ചേഴ്സിന് വീഡിയോയിൽ വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ. യെസ്, സമീറ. ഓക്കെ. ഞാന് സമീറ, B.Pharm ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാനൊരു 10 ഇയേഴ്സ് ആയിട്ട് ഇവിടെ റിയാദിലാണ് ഞാനുള്ളത്. അപ്പോൾ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കരിയറിന് ഒരു സ്റ്റോപ്പ് വെച്ചതായിരുന്നു. അപ്പോൾ ഒരു 2 ഇയേഴ്സ് ബാക്ക് ഞാൻ B.Pharm ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ രീതിയിൽ തന്നെ ഞാൻ കമ്പനീസിൽ കുറേ CV കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് HR-ലേക്ക് ഫോർവേഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും, പക്ഷെ കോൾസ് ഒന്നും വന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മ ത്രൂ ആണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടു, മാമിൻ്റെ വീഡിയോസ് കണ്ടു. മാമിൻ്റെ കരിയർ ജേണി ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഒരു 1 വീക്ക് വെച്ചിട്ട് മൊത്തം ഇരുന്ന് കണ്ടു. എന്നിട്ട് പിന്നെ മാമിൻ്റെ ഒരു ജനറൽ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ആ ജനറൽ മീറ്റിംഗിൽ കയറി കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ ഫസ്റ്റത്തെ മീറ്റിംഗിൽ വീണ്ടും എനിക്ക് കുറേ ഡൗട്ട്സ് വന്നു. അപ്പോൾ അത് കാരണം ഞാനൊരു 3 മീറ്റിങ്ങോളം 3 വീക്ക് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് മാമിൻ്റെ. അതിൽ കുറച്ചൊന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ മാമിൻ്റെ ഒരു സബ്ജക്റ്റ് കോഴ്സ് എടുത്തു. ഒരു 3-4 മന്ത്സ് അത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് സ്കൂൾസിൽ ഇവിടെ കൊടുത്തു. ഇപ്പോൾ ഒരു 2 മന്ത്സിൽ കുറേ സ്കൂൾസിൽ കൊടുത്തു. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു, നേരിൽ പോയി കൊടുത്തു. അപ്പം നേരിൽ കൊടുത്ത കൂടുതലും സ്കൂൾസ് അവരെ ക്യു ആർ കോഡ് തന്നിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ നേരിൽ കൊടുത്ത ഒരു 3-4 സ്കൂൾസിൽ നിന്ന് 1 സ്കൂളിൽ നിന്ന് മാത്രം എനിക്കൊരു കോള് വന്നു. CV റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് കൊണ്ടു കൊടുത്തു. അവർ അപ്പം തന്നെ CV റിവ്യൂ ചെയ്തു. റിവ്യൂ ചെയ്തിട്ട് എന്നോട് ഇന്റർനാഷണൽ സ്കൂളിൽ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നാണ് കാര്യമായിട്ട് ചോദിച്ചത്. അപ്പോൾ ഇന്റർനാഷണൽ സ്കൂളിൽ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഞാൻ 2 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ പ്രൈവറ്റ് ടീച്ചിങ് ആണ് ചെയ്യുന്നത്, കാംബ്രിഡ്ജ് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് ഓക്കെ, ഡെമോ ഇപ്പൊ ഓൺ ഡെമോ ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാന് ജസ്റ്റ് CV കൊണ്ടു കൊടുക്കാനാണ് പോയത്. അപ്പോൾ മെറ്റീരിയൽസ് റെഡി അല്ലാത്തത് കാരണം ഇപ്പോൾ റെഡി അല്ല, ബട്ട് വെരി നെക്സ്റ്റ് ഡേ ഞാൻ റെഡി ആയിട്ട് വരാന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിച്ചത്. അപ്പൊ അവര് ഓക്കെ, ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് വാച്ച് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അവര് ഡെമോക്ക് ഡേറ്റ് തന്നു. ആ മാം തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളില്ല. അപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞു. ഞാൻ മാമിൻ്റെ കോഴ്സിൽ ഡീറ്റെയിൽസ് പറഞ്ഞ പോലെ തന്നെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോയി. ഡെമോ, അതേപോലെ മാമിൻ്റെ ഒരു സിൽവർ ബാച്ച് HVIT കോഴ്സ് ഉണ്ട്. ആ ഇന്റർവ്യൂ കാര്യങ്ങൾ എല്ലാ വീഡിയോസും ഇരുന്ന് കണ്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ പോയത്. ഡെമോ എടുത്തു. അവരെനിക്ക് ഇത്ര മിനിറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനൊരു 10 മിനിറ്റ്സ് ഡെമോ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ആ 10 മിനിറ്റ്സ് ഫുൾ എടുത്തു. ഇൻ ബിറ്റ്വീൻ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റുഡന്റ് എങ്ങനെയാണോ ടീച്ചറിനോട് ചോദിക്കുന്നത്, സെയിം വേയിലാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ റിപ്ലൈ ചെയ്തു. ഡെമോ കഴിഞ്ഞു. ഡെമോ കഴിഞ്ഞിട്ട് അവര് വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് പോലാണ് ചെയ്തത്. അപ്പൊ ഒരുപാട് കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളി ആൻസർ ചെയ്തു. പിന്നെ ഇത് എനിക്ക് ശരിക്കും IB കരിക്കുലം ആയിരുന്നു.
അപ്പൊ ഞാൻ കാംബ്രിഡ്ജ് ആണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. IB കരിക്കുലം ഫെമിലിയർ അല്ല എന്ന് തന്നെ അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് ഫെമിലിയർ അല്ലെങ്കിലും ട്രെയിനിങ് തന്നാൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ട്രെയിനിങ് തന്നാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ അങ്ങനെ ഡെമോ കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് പോന്നു. വേറെ ഡീറ്റെയിൽസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പ് ത്രൂ ഓഫർ ലെറ്റർ വരികയാണ് ചെയ്തത്. അപ്പോൾ ഓഫർ ലെറ്റർ വന്നു, സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കാൻ പറഞ്ഞു. അങ്ങനെ സൈൻ ചെയ്ത് തിരിച്ചയച്ചു. അപ്പോൾ ഫുൾ അവര് വാട്സാപ്പ് ത്രൂ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ വാട്സാപ്പ് ഇന്ത്യൻ നമ്പർ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടുത്തെ സിം എടുത്തിട്ട് ഈ നമ്പർ, കാരണം എല്ലാവരും മെയിൽസ് ത്രൂ അല്ല കോണ്ടാക്ട് ചെയ്യുക. എനിക്ക് ഫുൾ കോണ്ടാക്ട്സ് വന്നത് ത്രൂ വാട്സാപ്പ് ആണ്. അപ്പൊ അങ്ങനെ അവര് ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ഓഗസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. മാം മ്യൂട്ടാണ്. നേരിട്ടാണല്ലോ പോയിട്ട് CV കൊടുത്തത് സമീറ? അതെ അതെ. അപ്പൊ നേരിട്ട് പോയി CV കൊടുത്തു, അന്നേരം അവര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ? അവര് ഒന്ന് ജസ്റ്റ് CV റിവ്യൂ ചെയ്തു. പിന്നെ ഡെമോയിലേക്ക് വരാൻ പറഞ്ഞു. 2 ഡേയ്സ് കഴിഞ്ഞ് ഡെമോ കഴിഞ്ഞിട്ടാണ് ബാക്കി ഇന്റർവ്യൂ സെഷൻ ചെയ്തത്. ഫസ്റ്റ് അവര് ടീച്ചിങ് ഡെമോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവര് നോക്കിയത്. എല്ലാ അതെ അതെ. ഇതും അവര് എന്താണ് വാട്സപ്പിലൂടെ തന്ന് പോയിട്ട് ഡെമോ കൊടുത്തു. ഡെമോ കൊടുത്തിട്ട് പിന്നെയാണ് ഇന്റർവ്യൂ അവിടെ കൊടുക്കുന്നത് അല്ലെ? അതെ അതെ അതെ. ഇന്റർവ്യൂ ഡെമോ 10 മിനിറ്റ്സ് എന്നല്ലേ പറഞ്ഞത്? ഡെമോ 10 മിനിറ്റ്സ്. അവര് പ്രോപ്പർ ടൈം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാനൊരു 10 മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ആ ഒരു 10 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് അതെ. പ്രസന്റ് ചെയ്ത് കാണിച്ചു. അതെ. ഇന്റർവ്യൂ എത്ര സമയം ഉണ്ടായിരുന്നു? ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? ഇന്റർവ്യൂ 10 to 15 മിനിറ്റ്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്റർവ്യൂ 10 to 15 മിനിറ്റ്സ്. നമ്മുടെ കോഴ്സ് അതിന് യൂസ്ഫുൾ ആയോ സമീറക്ക്? അതെ അതെ, ഒരുപാട് യൂസ്ഫുൾ ആയി. പിന്നെ മാമിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഡെമോ എടുക്കുന്ന രീതി, ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവര്. സിമ്പിൾ ആണ്, ആക്ടിവിറ്റീസ് ഉണ്ട്, മീൻസ് ആ ക്ലാസ്സിനോട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ഫുള്ള് കൂടുതലും ക്ലാസ് റൂം മാനേജ്മെന്റ് അങ്ങനത്തെ രീതികളിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അങ്ങനെയാണ് വന്നത്. പിന്നെ എന്താ, ഇപ്പോ സൈൻ ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോ സമീറ എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്? നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ട്. സോ നിങ്ങളുടെ കരിയർ ജേണി ചെയ്യുമ്പോൾ ടീച്ചർ, നമ്മൾ പലരും അവർക്ക് പേടിച്ചിരിക്കുന്നതാണ് എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ, അതുപോലെ ഇംഗ്ലീഷിന്റെ. സമീറക്ക് അവരങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് തോന്നിയത്? എന്താ നമ്മുടെ ടീച്ചേഴ്സിനോട് പറയാനുള്ളത് ഇംഗ്ലീഷിനെ? ലാംഗ്വേജ് അത്ര ഒരു ബാരിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അവര് മെയിൻ ആയിട്ട് നോക്കുന്നത്, ഒന്ന് നമുക്ക് ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നമ്മൾ ആ ഒരു പൊസിഷനിൽ കോൺഫിഡന്റ് ആണോ, അതേപോലെ ഐ ടു ഐ കോണ്ടാക്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ, സ്കില്ലിലാണ് ഇവർ കൂടുതലും ഫോക്കസ്ഡ്, ലാംഗ്വേജിലല്ല. പിന്നെ നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാവണം, അവർ പറയുന്ന നമുക്കും ഓക്കെ ആണെങ്കിൽ അവരും നമ്മളായിട്ട് ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ടീച്ചേഴ്സ് പേടിക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ? ഇല്ല, ഒരു ട്രയൽ ആർക്കും എന്തായാലും നമ്മൾ ചെയ്തു നോക്കുക. മീൻസ് മേ ബി ഫസ്റ്റത്തെ ഇതിൽ തന്നെ കിട്ടിക്കോണമെന്നില്ല. ഞാന് വിചാരിച്ചു പോയത്, അതായത് കിട്ടിയാൽ ഒരു എക്സ്പീരിയൻസ്, പോയാൽ പോയി, ഇല്ലെങ്കിൽ നെക്സ്റ്റ് നോക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടി ആരാണെങ്കിലും ആ ഒരു മെന്റാലിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്താൽ മതി. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഡിപ്രസ്ഡ് മൂഡും ആവുന്ന അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മള് പിന്നെ സമീറയുടെ ക്വാളിഫിക്കേഷൻ B.Pharm ആണല്ലോ? അതെ. ഓക്കെ, പിന്നെ എന്താ അറ്റസ്റ്റേഷൻ അവിടുന്ന് നാട്ടിൽ തന്നെ ചെയ്തിട്ട് വന്നിരുന്നോ? ഞാൻ എന്റെ B.Pharm ഞാൻ നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് അറ്റസ്റ്റേഷൻ എടുത്തത്? അപ്പോസ്റ്റലാണോ അതോ എംബസിയുടെ അറ്റസ്റ്റേഷനാ ചെയ്തത്? എംബസി അറ്റസ്റ്റേഷനാ ചെയ്തത്. എംബസി. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. അത് അടുത്ത ലെവലിലേക്കാണ് അവര് അറ്റസ്റ്റേഷൻ നോക്കുക, കാരണം അജീർ ലൈസൻസ് തരുന്നതിന് വേണ്ടി. സൗദി അതെ, അവര് ജസ്റ്റ് എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സ്കാൻ ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു. ഓഫർ ലെറ്റർ വന്നത് മുതൽ ആ സർട്ടിഫിക്കറ്റ്സ് ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ല. അത് കാരണം അവർക്ക് അതാണ് ഡിഗ്രിയുടെ അതാണ് നോക്കേണ്ടത്. ആ പിന്നെ ഓക്കെ. ചോദിക്കാനുള്ളത്, നാട്ടിലെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? നാട്ടിലില്ല. ഇല്ല. ഞാൻ ചൈൽഡ് റെമഡിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു 1 മന്ത് നാട്ടില് സ്കൂളിൽ പോയിട്ടുണ്ട്. അതല്ലാണ്ട് പോയിട്ടില്ല. ഇല്ല, ഇവിടെ ഈ ഒരു മാമിന്റെ കോഴ്സ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉള്ളൂ. ആ ഒരു കോഴ്സിന് മാത്രമേ ഉള്ളൂ. അതെ അങ്ങനെ അതെ ജോബ് കിട്ടിയിരിക്കുകയാണ്. നല്ല അതെ. ഹൈ സാലറിയിൽ തന്നെ ജോബ് കിട്ടിയാണ്. ഹാപ്പിയാണല്ലോ. ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് മാമിനോട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ടീച്ചേഴ്സ്, എന്താണ് നമ്മുടെ സമീറയുടെ ഇപ്പൊ ഡിഫറെന്റ് സ്റ്റോറിയാണെന്ന് നിങ്ങൾ കേട്ടത് അല്ലേ? അതായത് ആളുടെ ഡിഗ്രി വരുന്നത് ബി ഫാമിനാണ്, ബി എഡ് ഇല്ല. സമീറക്ക് ബി എഡ് ഇല്ലല്ലോ? ഇല്ല ഇല്ല, B.Ed ഇല്ല. ബി എഡ് എടുത്തിട്ടില്ല, ബി എഡ് ഇല്ല. പിന്നെ ഇതുപോലുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആൾ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ല. ഇതുപോലെ വെജസ് പാർക്കിന്റെ ട്രെയിനിങ് എടുത്തു. നമുക്ക് ട്രെയിനിങ്ങും ക്വാളിഫിക്കേഷൻ ഇതിനേക്കാളൊക്കെ കൂടുതൽ വേണ്ടത്, എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ എത്ര പഠിച്ചു, അതുപോലെ എന്തൊക്കെ ട്രെയിനിങ് എന്നുള്ളത് അതിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോൺഫിഡൻസ്. എത്രത്തോളം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ആ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പോയിട്ട് നമുക്കത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾക്കും നാളെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലെ ടീച്ചറാവാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ പറയുന്നവരൊക്കെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ ടീച്ചറാണ്. നമുക്ക് സമീറക്കും കിട്ടിയിരിക്കുന്നത് അമേരിക്കൻ സ്കൂളിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി വേറൊരു കരിയർ ജേണി ആയിട്ട് നമുക്ക് വരാം. താങ്ക് യു സോ മച്ച്.